ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു നൈറ്റിയിൽ എങ്ങനെ നോർമൽ സൈസ് നൈറ്റി എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലോത്ത് മടക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലെങ്ത്ത് വേസിലാണ് ആദ്യം മടക്കേണ്ടത്. ഇതിങ്ങനെ താഴം വരെ മടക്കിയിട്ട് പിന്നെ വിട്ട് വേസിലാണ് മടക്കേണ്ടത്. വീഡിയോ എല്ലാവരും ഫുൾ കാണണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 53 ഇഞ്ചാണ്. അതിലോട്ട് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ മടക്കിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ 54.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറാണ്. ഷോൾഡർ നമുക്കിവിടെ ഫുൾ ഷോൾഡർ 14ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഷോൾഡറാണ് നമ്മൾ മാർക്ക് ചെയ്യുക, 7 ഇഞ്ച്. പിന്നെ നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ ആം ഹോള് 7 ഇഞ്ചാണ്. ആം ഹോള് 7 ഇഞ്ചാണ് നമ്മളിവിടെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നെക്ക് ലെങ്ത്താണ് നോക്കുന്നത്, ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്താണ് നോക്കുന്നത്. 5.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കാം. റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തിട്ട് അതിനെ നമ്മൾ റൗണ്ട് ആക്കുകയാണ് ചെയ്യണം. ഇതേതുപോലെ പതിയെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റ് അളവാണ് നോക്കാൻ പോകുന്നത്. ചെസ്റ്റ് അളവ് എനിക്കിവിടെ 36 ഇഞ്ചുള്ള ചെസ്റ്റ് അളവിലാണ് നൈറ്റി തുന്നുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ 4 ഇഞ്ച് ഒരു ലൂസ് അലവൻസ് ആയിട്ട് കൊടുക്കും. അപ്പം നമുക്കത് 40 ഇഞ്ചായി കിട്ടും. 40ന് നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് 11.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അത് നമ്മൾ ആം ഹോളിൻ്റെ ആ ലൈൻ അവിടെ ചേർത്ത് വരച്ചിട്ട് നമുക്ക് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇടുകയാണ്. ഒരു 1/2 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് ഇതാണ്. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി ആ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് അളന്നെടുത്തിട്ട് അതിനെ നമ്മൾ അതിൻ്റെ പകുതി വെച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ഫ്രണ്ട് ആം ഹോളിനെ കർവ് ചെയ്യുക. 3.25 വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോളിന് കർവ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഇട്ടിട്ടാണ് നമ്മളിവിടെ കർവ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത്താണ് നോക്കുന്നത്. ഷേപ്പ് വരുന്ന ഭാഗം 13 ഇഞ്ച് അടയാളപ്പെടുത്തുക. 13 ഇഞ്ചെന്ന് നമ്മൾ 1 ഇഞ്ച് അകത്തോട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അകത്തോട്ട് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഹിപ്പ് ലെങ്ത്ത് നമ്മൾക്കിവിടെ 20 കിട്ടിയിരിക്കുന്നത്. 20 ഹിപ്പ് ലെങ്ത്ത് 20ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഹിപ്പ് റൗണ്ട് നോക്കുമ്പോൾ ഹിപ്പ് റൗണ്ട് നമുക്ക് 40 കിട്ടുന്നത്. 40 കിട്ടുമ്പോൾ അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യും. 4 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ
10. 10ൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് 14. 14ൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് ഇവിടെ 15 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ മാർക്ക് ചെയ്തതൊക്കെ നമ്മളൊന്ന് കൂട്ടി വരയ്ക്കാൻ പോവുകയാണ് ഷേപ്പിൽ. ആ 1 ഇഞ്ച് അകത്തോട്ട് എടുത്ത് അവിടെ നിന്ന് മുട്ടിച്ചിട്ട് പിന്നെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് എത്ര ഫ്ലെയർ വേണോ അതിനനുസരിച്ച് നമുക്ക് തുണിയുള്ള പോലെ ചെയ്യാം കേട്ടോ. എത്ര ലെങ്ത്ത് അത് ഫ്ലെയർ വേണോ അതിനനുസരിച്ച് ചെയ്യുക. താഴത്ത് 1 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് തൂങ്ങിക്കിടക്കണത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഒരു 2 ഇഞ്ച് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അലവൻസ് ആയിട്ടാണ്. പിന്നെ ആം ഹോൾ ലെങ്ത്ത് 7 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 ഇഞ്ച് ഒന്ന് നീക്കി മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് റൗണ്ട് 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ചൊന്ന് നമുക്ക് ആ 3 ഇഞ്ചിലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ സ്ലീവിന് നമുക്കൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്താം. ഫ്രണ്ടിൻ്റെ നെക്ക് ഞാൻ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഷോൾഡർ സ്ലോപ്പിലൂടെ വന്ന് ആം ഹോളിലൂടെ വന്ന് നമുക്ക് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് ഫ്രണ്ട് ഭാഗം മാത്രമാക്കിയിട്ടൊന്ന് പിടിച്ചിട്ട് ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് വെട്ടിയെടുക്കുക. പിന്നെ ബാക്കിന് നമ്മൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിനൊരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ചാണ് ബാക്ക് ലെങ്ത്ത് എടുക്കുന്നത്. അതുകൂടി ഒന്ന് നമ്മളങ്ങനെ കർവ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കട്ടയിൽ ഏകദേശം തീർന്നു. ഇനി സ്ലീവാണ് ഇനി വെട്ടാൻ പോകുന്നത്. സ്ലീവും വെട്ടിയെടുത്തു. അതിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു ഭാഗം 1/2 ഇഞ്ച് ഇനി ഒന്ന് വെട്ടിക്കൊടുക്കുക. പിന്നെ നമുക്കിനി ആവശ്യം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.